നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുംഭമേള താരമായ മൊണാലിസയുടെ കല്യാണമാണ്. ആ കല്യാണം നടക്കുന്നത് ഇങ്ങ് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. ആ കല്യാണം കൂടാൻ നേതാക്കൾ, CPM നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എനിക്ക് ചെയ്യേണ്ടി വന്നു. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളെ ഞാൻ ഒന്നിപ്പിച്ചു. ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ അവരെ സഹായിച്ചു. സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. എന്റെ കൂടി നാട്ടിലെ പ്രബുദ്ധരായ പാർട്ടിക്കാരുണ്ട്. വിവാഹം സ്വർഗത്തിൽ എന്നല്ലേ പറയുന്നേ, അല്ലേ? ആ സ്വർഗാണ് കേരളം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, മനസാക്ഷി പറഞ്ഞു സർ, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്ന്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കുംഭമേള വൈറൽ സുന്ദരി മൊണാലിസയുടെ വിവാഹത്തിന് പിന്നാലെ പ്രായത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം. വൈറലാകുമ്പോൾ മാധ്യമ വാർത്തകൾ പ്രകാരം 16 വയസ്സ് മാത്രമുണ്ടായിരുന്ന മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് വാദം. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ഡേറ്റ് ഓഫ് ബർത്തായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. ദൈവമേ, ഇവൻ അടുത്തിടിക്കുന്ന ടെൻഡർ ക്ഷണിക്കാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ എരപ്പൻ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. വിവാഹം സ്വർഗത്തിൽ എന്നല്ലേ പറയുന്നേ, അല്ലേ? ആ സ്വർഗാണ് കേരളം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ, അല്ലേ? എന്തോന്നാണത്? വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതെന്ന് വലത് സൈബർ ഇടങ്ങൾ വിമർശിക്കുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ. അതേസമയം ആധാർ രേഖയിലെ ജനന തീയതി 2008 ജനുവരി 1 ആണെന്നും ഇത് പ്രകാരം 18 വയസ്സ് പൂർത്തിയായെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. വിവാഹത്തിന് ശേഷമാണിപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട പുകില് തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും പ്രായപൂർത്തിയായിട്ടില്ല മൊണാലിസയ്ക്ക് എന്നുള്ളത് മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രധാനമായും വിമർശനം ഉയർത്തുന്നത്. പ്രായപൂർത്തിയായിട്ടില്ല. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ 16 വയസ്സുള്ള പെൺകുട്ടിക്ക് 1 വർഷം പിന്നിട്ടപ്പോഴേക്കും 18 വയസ്സ് എങ്ങനെ കഴിയും എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർത്തുന്നവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഇത് നീയായിട്ട് വന്നു കയറിയേറ്റതാ, ശരിയാക്കി തരാത്ര കഴുത. അപ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു വിവാഹത്തിന് ചുക്കാൻ പിടിക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരു മന്ത്രിയും പോകേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. കാച്ചലടിക്കരുത്, എന്നെ പോലവേ തങ്ങൾക്കും കൊതിക്കരുത്. എന്നെ ഉമക്കും കാച്ചലാ. നാം யாருக்கு என்ன தீங்கு செய்தோம்? நமக்கு மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது? ഇനി വിഷമിച്ചിട്ട് കാര്യം, വരാനുള്ളത് വഴി തന്നെ.
ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി.